OpenAIയുടെ ChatGPTക്ക് കടുത്ത എതിരാളിയായാണ് ചൈന പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡൽ പുറത്തിറക്കിയത്. ചെലവ് കുറഞ്ഞ ഓപ്പൺ സോഴ്സ് അടിസ്ഥാനത്തിൽ വികസിപ്പിച്ച DeepSeek എന്ന ലാർജ് ലാംഗ്വേജ് മോഡലാണ് ചൈനീസ് സ്റ്റാർട്ടപ്പിന്റെ പുതിയ വെല്ലുവിളി. ഇപ്പോഴിതാ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ ഡൗൺലോഡുകളുടെ എണ്ണത്തിൽ ChatGPTയെ മറികടന്നിരിക്കുകയാണ് DeepSeek. ചൈനയിലെ DeepSeek കമ്പനി OpenAI, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ വലിയ കമ്പനികളുടെ പ്രകടനത്തെ പോലും മറികടക്കുന്ന രീതിയിലാണ് അവരുടെ ലാർജ് ലാംഗ്വേജ് മോഡൽ പ്രവർത്തിക്കുന്നതെന്നുള്ള വിലയിരുത്തലുകളുണ്ട്. കമ്പനി സ്ഥാപകൻ ലിയാങ് വെൻഫെങ്ങിന്റെ നേതൃത്വത്തിലാണ് DeepSeek പ്രവർത്തിക്കുന്നത്. US കമ്പനികളെക്കാൾ ചെലവ് കുറച്ച് മോഡലുകൾ വികസിപ്പിക്കുന്നതിലാണ് DeepSeekന്റെ നേട്ടം. DeepSeekന്റെ ഓപ്പൺ സോഴ്സ് രീതിയാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത്. 2023 ഡിസംബറിൽ DeepSeek വെളിപ്പെടുത്തിയ കണക്ക് പ്രകാരം ചൈനീസ് AI ലാബ് ഡിസംബറിൽ പുറത്തിറക്കിയ ഫ്രീ ലാംഗ്വേജ് മോഡൽ DeepSeek V3 വെറും 2 മാസത്തിനുള്ളിൽ $5.58 ദശലക്ഷം ചെലവിൽ നിർമ്മിച്ചതാണെന്നാണ് ചൈനയുടെ അവകാശവാദം. V3 മോഡൽ വികസിപ്പിച്ച് ട്രെയിനിങ്ങിന് $6 ദശലക്ഷം താഴെ മാത്രമാണ് ചെലവായത്. ഇതിന് NVIDIAയുടെ 2000H800 ചിപ്പുകളാണ് ഉപയോഗിച്ചത്. കാരണം H100 GPU ചിപ്പുകളുടെ ഇറക്കുമതിയിൽ അമേരിക്കൻ ഉപരോധം ചൈനയെ തടഞ്ഞിരിക്കുകയാണ്. എതിരാളികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ സമയത്തും ചെലവിലും DeepSeekനെ വികസിപ്പിക്കാൻ ചൈന വിജയിച്ചു. DeepSeek R1 ഈ വർഷം ജനുവരി 20 അവതരിപ്പിച്ച ഏറ്റവും പുതിയ പതിപ്പാണ്. OpenAIയുടെ GPT-4, ആന്ത്രോപിക്സ് ക്ലോഡ് സോണറ്റ് 3.5, മെറ്റ, ആലിബാബ എന്നിവയുടെ AI മോഡലുകളെ പിന്തള്ളിയ പ്രകടനം DeepSeek നടത്തിയതായി തേർഡ് പാർട്ടി ബെഞ്ച്മാർക്ക് ടെസ്റ്റുകൾ സൂചിപ്പിക്കുന്നു. പ്രശ്നപരിഹാരം, കോഡിംഗ്, ഗണിതം തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച DeepSeek ഇപ്പോൾ തന്നെ ChatGPTക്ക് സങ്കീർണമായ വെല്ലുവിളിയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് അമേരിക്കയുടെ ആധിപത്യം ചോദ്യം ചെയ്യുകയാണ് ചൈനയുടെ ലക്ഷ്യം. കുറഞ്ഞ നിർമ്മാണ ചെലവ്, മികച്ച പ്രകടന ഗുണം, സെമി ഓപ്പൺ സോഴ്സ് രീതി തുടങ്ങിയവ DeepSeekനെ മുഖ്യ ശക്തിയാക്കുന്ന ഘടകങ്ങളാണ്. അമേരിക്കൻ സർക്കാർ AI രംഗത്ത് വൻ നിക്ഷേപം നടത്തുമ്പോൾ ചെലവ് കുറഞ്ഞ DeepSeekമായി ചൈന മത്സരത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.